ഹലോ ഓൾ, വെൽക്കം ടു അജയർ അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പോളിസി അനാലിസിസ്. നമുക്കറിയാം, എല്ലാ ഇക്കോണമീസും ഒരേപോലെയാണോ? അല്ലേ. ഓരോ ഇക്കോണമിക്കും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഏതൊരു ഇക്കോണമി എടുക്കുകയാണെങ്കിലും, അതായത് നമ്മുടെ ഏതൊരു രാജ്യം എടുക്കുകയാണെങ്കിലും ചിലപ്പോൾ അത് ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും, ചിലപ്പോൾ അത് ഡെവലപ്പിംഗ് ഇക്കോണമി ആയിരിക്കും, ചിലപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമി ആയിരിക്കും. ഏത് ടൈപ്പ് ഓഫ് ഇക്കോണമി എടുക്കുകയാണെങ്കിലും എപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗണിലൂടെ ആയിരിക്കും ഏതൊരു ഇക്കോണമിയും കടന്നു പോകുന്നത്, അല്ലേ? നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ചില സമയത്ത് ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നു, അതേപോലെ തന്നെ ഇക്കോണമിയിൽ ഡിപ്രഷൻ ഉണ്ടാവുന്നു ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഏതൊരു ഇക്കോണമിയും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പോളിസീസ് ഉണ്ട്. അവയെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇക്കോണമിയെ പല രീതിയിലും ശരിക്കും ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ട്രേഡ് റിലേഷൻ്റെ ബേസിൽ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്ലോസ്ഡ് ഇക്കോണമി എന്നും രണ്ടാമത്തത് ഓപ്പൺ ഇക്കോണമി എന്നും. ക്ലോസ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോണമിക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ അതിനെ എന്ത് പറയുന്നു? ക്ലോസ്ഡ് ഇക്കോണമി എന്ന് പറയുന്നു. there was no economic relation with other countries of the world. എക്കണോമിക് ആൻഡ് ട്രേഡ് റിലേഷൻഷിപ്പ് ഒരു രാജ്യത്തിന് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇല്ല എങ്കിൽ അതിനെ ക്ലോസ്ഡ് ഇക്കോണമി എന്ന് പറയാം. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഇമ്പോർട്ട് നടക്കുന്നില്ല, എക്സ്പോർട്ട് നടക്കുന്നില്ല, ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഫോറിൻ ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇക്കോണമിയെ എന്ത് വിളിക്കാം? ക്ലോസ്ഡ് ഇക്കോണമി എന്ന് വിളിക്കാം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്ത് ഇക്കോണമീസ് ഏത് തരമാണ്? ക്ലോസ്ഡ് ഇക്കോണമി എന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അടുത്തതാണ് ഓപ്പൺ ഇക്കോണമി. ഓപ്പൺ ഇക്കോണമി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇക്കോണമീൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് ഒരു ഇക്കോണമിക്ക് മറ്റ് കൺട്രീസുമായിട്ട് ട്രേഡ് ആൻഡ് എക്കണോമിക് റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ അതിനെ എന്ത് പറയാം? നമുക്ക് ഓപ്പൺ ഇക്കോണമി എന്ന് വിളിക്കാം. ഇന്നത്തെ മെജോറിറ്റി ഓഫ് ഇക്കോണമി എന്താണ്? ഓപ്പൺ ഇക്കോണമിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ക്ലോസ്ഡ് ഇക്കോണമി, എന്താണ് ഓപ്പൺ ഇക്കോണമി. ഇത്തരത്തിലുള്ള ഇക്കോണമീസിലൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, അല്ലേ? നമുക്കറിയാം, ഗ്ലോബലൈസേഷന് ശേഷമാണ് ശരിക്കും ഒരുവിധം ഇക്കോണമീസൊക്കെ ഓപ്പൺ ഇക്കോണമി ആയിട്ട് മാറിയത്. അതുവരെ പല ഇക്കോണമീസും ക്ലോസ്ഡ് നേച്ചറായിരുന്നു. ഓക്കെ, അപ്പം പലതരത്തിലുള്ള ഈ ഒരു ഇക്കോണമീസ് ആണെങ്കിൽ, ഏത് തരത്തിലുള്ള ഇക്കോണമീസ് ആണെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് അവർ ഫേസ് ചെയ്യാറുണ്ട്. അപ്പം അവർക്ക് അനുസൃതമായിട്ടുള്ള പോളിസീസാണ് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ചൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഓപ്പൺ ഇക്കോണമിക്ക് തിരിച്ചറിയാൻ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന്, അവിടെ ഇമ്പോർട്ട് ഉണ്ടാവും, എക്സ്പോർട്ട് ഉണ്ടാവും, ഇറക്കുമതിയും കയറ്റുമതിയും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ മറ്റ് ഫോറിൻ കൺട്രീസിൽ നിന്നോ അല്ലെങ്കിൽ ഓർഗനൈസേഷനായിട്ടുള്ള IMF ആണ് ഇവിടെ, IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നോ ബോറോയിങ്ങും ലെൻഡിങ്ങും നടക്കും. അതേപോലെ തന്നെ ഫോറിൻ കൺട്രീസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോറിൻ കൺട്രീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം അത് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്യും, അതേപോലെ തന്നെ മറ്റുള്ള ഫോറിൻ കൺട്രീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഒരു ഇക്കോണമി ഓപ്പൺ ഇക്കോണമിയാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പറഞ്ഞല്ലോ പ്രധാനമായിട്ടും മാക്രോ എക്കണോമിക് പോളിസീസ് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, ഒന്നാമത്തത് ഫിസ്ക്കൽ പോളിസി, രണ്ടാമത്തത് മോണിറ്ററി പോളിസി. ഓക്കെ, ഇതല്ലാതെ ഇൻകം പോളിസിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസ്ക്കൽ പോളിസിയെക്കുറിച്ചാണ്. ഓക്കെ, ബാക്കിയുള്ള ക്ലാസ്സുകളിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോണിറ്ററി പോളിസി ആൻഡ് അതർ തിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ഫിസ്ക്കൽ പോളിസി എന്താണ്. ഫിസ്ക്കൽ പോളിസി എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്.
ഓക്കെ, അതായത് ഗവൺമെൻറ് പോളിസീസാണ്. ഇതിൽ ഗവൺമെൻറ് ടാക്സും പബ്ലിക് സ്പെൻഡിങ്ങും കൊണ്ട് ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്ന പോളിസീസിനെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇനി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു രാജ്യത്തിൻ്റെയും അതിൻ്റെതായിട്ടുള്ള മോണിറ്ററി അതോറിറ്റി ഉണ്ട്. ഇന്ത്യയുടെ മോണിറ്ററി അതോറിറ്റി ഏതാണ്? RBI അല്ലേ? നമ്മുടെ മോണിറ്ററി അതോറിറ്റിയാണ് RBI. ഇങ്ങനെയുള്ള ഫെഡറൽ റിസർവ് സിസ്റ്റം അല്ലെ മോണിറ്ററി അതോറിറ്റി എന്ത് ചെയ്യും? ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണിറ്ററി പോളിസിയിലൂടെ മണിക്കിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യപ്പെടുകയും അത് ഇൻട്രസ്റ്റ് റേറ്റിനെയൊക്കെ എഫക്റ്റ് ചെയ്ത് ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇങ്ങനെ മോണിറ്ററി അതോറിറ്റിയുടെ പോളിസിയാണ് മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ പോളിസി എന്ന് കണ്ടാൽ നിങ്ങൾ പറയണം ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫിസ്ക്കൽ പോളിസി? ആക്ച്വലി ഫിസ്ക്കൽ പോളിസി, ഫിസ്ക്കൽ എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് ഫിസ്ക് എന്ന ഒരു ടേമിൽ നിന്നാണ്. ഇതിൻ്റെ മീനിങ് സ്റ്റേറ്റ് ട്രഷറി എന്നാണ്. സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ആണ് കേട്ടോ. അപ്പം ഇവിടെ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഓഫ് സ്റ്റേറ്റ് ട്രഷറി ഓർ ദ ഗവൺമെൻറ് ഫിനാൻസസ് ടു അച്ചീവ് ദ മാക്രോ എക്കണോമിക് ഗോൾസ്. അതായത് നമ്മുടെ മാക്രോ എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഏതൊരു ഇക്കോണമിയുടെയും ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ട്രഷറി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് യൂസ് ചെയ്തിട്ട് ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതൊരു ഗവൺമെൻറ്റിനും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഫണ്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസോളിഡേറ്റഡ് ഫണ്ട്, കോണ്ടിജൻറ്റ് ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് മാക്സിമം നമുക്ക് പൊളിറ്റിക്സിൻ്റെ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ സാലറീസ് അങ്ങനെയുള്ള എക്സ്പെൻസസ് ഒക്കെ എടുക്കുന്നത് എന്താണ്. അതേപോലെ തന്നെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ എടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഈ കൺസോളിഡേറ്റഡ് ഫണ്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ട്രഷറി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മാക്രോ എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ പോളിസിനെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറും ചേഞ്ച് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ നമ്മൾ ചിന്തിക്കേണ്ടത് ആരുടെ പോളിസിയാണ്? പോളിസിയാണ്? ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. രണ്ടാമത്തത് ഇതെങ്ങനെയാണ് പിന്നെ എന്തിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്? ഗവൺമെൻറ് റവന്യൂ, അതായത് ഗവൺമെൻറ് ടാക്സ് ആണ് ആക്ച്വലി. ഓക്കെ, ഗവൺമെൻറ് റവന്യൂ ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി? ഓക്കെ, പ്രധാനമായിട്ടും ഫിസ്ക്കൽ പോളിസീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് പ്രധാനമായിട്ടുള്ള പോയിൻ്റ്, അതായത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ, ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ കാണാൻ വളരെ ചാൻസ് ഉള്ള പോയിൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് പ്രൈസ് സ്റ്റെബിലിറ്റി അല്ലേ? ഫിസ്ക്കൽ പോളിസീൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് എന്ത്? പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇക്കോണമിയിൽ നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് നമുക്കറിയാം ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും തുടങ്ങിയ നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? അതായത് പ്രൈസിൽ തന്നെ നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടും. അങ്ങനെ ഈ പ്രൈസ് സ്റ്റേബിൾ ആയാൽ മാത്രമേ തീർച്ചയായിട്ടും ഇക്കോണമിക്ക് ശരിക്കും സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷണറി പ്രഷറിൽ നിന്നും അല്ലെങ്കിൽ ഡീഫ്ലേഷണറി പ്രഷറിൽ നിന്നൊക്കെ ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നത് ഫിസ്ക്കൽ പോളിസീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. അടുത്തത് എന്താണ്? ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, ഇക്കോണമിയിൽ നമുക്കറിയാം പല ടൈമിൽ എന്താണ് നമുക്ക് ക്ലാസിക്കൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംഷൻ ആയിരുന്നു ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്.
അല്ലേ, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആക്ച്വലി ഇക്കോണമിയിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് നമ്മളെ പല രീതിയിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇൻകത്തിലെയും നമ്മളെ ഇൻകം, അതേപോലെ ഇക്കോണമിയിലെ ഔട്ട്പുട്ട്, അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കോണമിയെ നല്ല രീതിയിൽ ഫുൾ എംപ്ലോയ്ഡ് ആക്കി വെക്കുക എന്ന കാര്യം ഈ ഫിസ്ക്കൽ പോളിസീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. അടുത്തത് എക്കണോമിക് ഗ്രോത്ത്, അല്ലേ. അത് നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു താല്പര്യം എന്താണ്? വെൽഫെയർ ആണ്, അല്ലേ. വെൽഫെയർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, അല്ലേ, പബ്ലിക് വെൽഫെയർ. അപ്പോൾ ഇത്തരത്തിലുള്ള വെൽഫെയർ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക, വളർച്ച ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. അടുത്തതാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷനിൽ എന്തുണ്ടാവും? ഒരു ഇക്വാലിറ്റി ഫേസ് ചെയ്യും. അതായത് ഈ ഒരു ഇനീക്വാലിറ്റി നമുക്കറിയാം. ഏതൊരു ഇക്കോണമി എടുക്കുകയാണെങ്കിലും, പ്രത്യേകിച്ച് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ തന്നെ എന്താണ്, വെൽത്ത് ആൻഡ് ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷനിൽ വളരെയേറെ ഇനീക്വാലിറ്റീസ് ഉണ്ടാവാറുണ്ട്, അല്ലേ. അപ്പോൾ ഈ ഗവൺമെൻറ് പോളിസിയിലൂടെ എന്താണ് ചെയ്യുന്നത്? അർഹർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഈക്വലായിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് ഇതിലുള്ള ഇനീക്വാലിറ്റി, റിച്ച് ആൻഡ് പുവർ, ആ ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടി ഫിസ്ക്കൽ പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഇനിയും ഉണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം റിസോഴ്സസിൻ്റെ മൊബിലൈസേഷൻ, അതിൻ്റെ ഫുള്ളി യൂട്ടിലൈസേഷനൊക്കെ ഫിസ്ക്കൽ പോളിസീസിലൂടെ സാധ്യമാക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നോക്കാം. അടുത്തതാണ് വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. അതായത് ഫിസ്ക്കൽ പോളിസി, അത് ഗവൺമെൻറ് പോളിസി ഏതൊക്കെ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മൾ പറയാറുള്ളത് ടാക്സ് ആൻഡ് സ്പെൻഡിങ് ടാക്സ് ആൻഡ് സബ്സിഡീസ് വഴിയാണ് ഗവൺമെൻറ് ഇക്കോണമിയെ പിടിച്ചു നിർത്തുന്നതെന്നാണ്. ടാക്സ് ആൻഡ് സബ്സിഡീസ് മാത്രമല്ല, സേവിങ്സും ഡെറ്റ് മാനേജ്മെൻറ്റും കൂടി ഉൾപ്പെടുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്, അതായത് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് എന്ന് പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ പല രീതിയിലും ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്, അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ പല ഗവൺമെൻറ് സ്കൂൾസിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ. ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് നല്ല നമുക്ക് കറക്റ്റായിട്ടുള്ള ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ വിദ്യാഭ്യാസ ലോൺ, എഡ്യൂക്കേഷൻ ലോണൊക്കെ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് ലഭിക്കാറുണ്ട്, അല്ലേ. നമ്മളിനി ഈ പറഞ്ഞ പോലെ സ്കൂൾസിലും കോളേജസിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പും മറ്റുള്ള അലവൻസും ഒക്കെ കിട്ടാറുണ്ട്, അല്ലേ. നമ്മളിനി മറ്റുള്ള എക്സാംസൊക്കെ എഴുതുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ നെറ്റ് ആൻഡ് JRF എക്സാംസൊക്കെ എഴുതുന്ന സമയത്ത് JRF നമ്മൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള എലവൻസ് നമുക്ക് കിട്ടാറുണ്ട്, റിസർച്ച് ചെയ്യാനും മറ്റുള്ള കാര്യത്തിനൊക്കെ. അങ്ങനെ എഡ്യൂക്കേഷന് മാത്രമല്ല, മറ്റുള്ള സെക്ടേഴ്സിനും ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കണ്ടിട്ടില്ലേ, റോഡ്, മറ്റുള്ള റെയിൽവേ, ട്രാൻസ്പോർട്ട് സിസ്റ്റം, അല്ലേ. ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറാണ്, അല്ലേ. അതേപോലെ വീക്കർ സെക്ഷനൊക്കെ, അതായത് ഗവൺമെൻറ് ഒരുപാട് വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മൾ അഗ്രികൾച്ചറലായ, അതായത് ഫാമിംഗ് സെക്ടറിലാണെങ്കിലും മറ്റുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ സ്വയം നമ്മളൊരു സെൽഫായിട്ട് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ് ഒരുപാട് പോളിസീസിലൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ. നമുക്കറിയാം ഈ ഫാമേഴ്സിനാണെങ്കിൽ ഒരുപാട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള ഒരുപാട് കുറഞ്ഞ പലിശയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, അല്ലേ. പിന്നെ അങ്ങനെ ഒരുപാട് സ്കീംസ് ഉണ്ട്, അല്ലേ. കുടുംബശ്രീ മിഷനിലൂടെ ഒരുപാട് നമ്മുടെ വിമൻ, ഇങ്ങനെയുള്ള വിമൻ ആ ഒരു സെക്ഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് സ്പെൻഡിങ് ആണ്. ഓക്കെ, അതൊക്കെയാണ് ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു വരുമാനമാണ്, അല്ലേ. അപ്പം ടാക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ അതുപോലെ സേവിങ്സ്,
അതേപോലെ ഡെറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയവയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് ജസ്റ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെയാണ് ഗവൺമെൻറ് സ്പെൻഡിങ്. ഓക്കെ, നമുക്കറിയാം ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഗവൺമെൻറ് ചിലവഴിക്കുകയാണ് അല്ലേ. ഗവൺമെൻറ് നമുക്ക് സബ്സിഡി വഴിയും മറ്റുള്ള അലവൻസ് വഴിയും ഈ സമൂഹത്തിലേക്ക്, നമ്മളെ ഇക്കോണമിയിലേക്ക് ഇൻകം ഫ്ലോ ചെയ്യുന്നതാണ് ശരിക്കും ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുകയാണ് നമ്മുടെ ഇക്കോണമിയിലെ ഇൻകം, ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻ്റ് ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് കൺസ്ട്രക്ഷൻ വർക്ക്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ വർക്കുകൾ, അതേപോലെ ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ എക്സ്പെൻഡിച്ചേഴ്സ്, അതേപോലെ ഡിഫെൻസിന്, അതായത് നമ്മൾ പ്രതിരോധ മേഖല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്പെൻഡിച്ചർ, നമ്മൾ പലതരത്തിലുള്ള സബ്സിഡീസുകൾ, അതേപോലെ തന്നെ ഗവൺമെൻറ് ഒരു പ്രത്യേക ഇതുണ്ടാവില്ലേ, നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള, അതായത് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, അതായത് ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഹാർഡ്വെയറിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ ഗവൺമെൻറ് ആ ഹാർഡ്വെയർ എന്ന ഒരു സെക്ടറിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സിഡീസും മറ്റുള്ള സഹായങ്ങളും കൊടുക്കും. അല്ലെങ്കിൽ ഗവൺമെൻറ് വിചാരിക്കുകയാണ് നമ്മളിവിടെ എന്തെങ്കിലും ഒരു റൈസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം, അപ്പോൾ ആ ഫാമേഴ്സിന് അതിൻ്റേതായിട്ടുള്ള സബ്സിഡീസും മറ്റുള്ള അലവൻസും കൊടുക്കും. അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്പെഷ്യൽ സപ്പോർട്ടും നമുക്ക് ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന ഗവൺമെൻറ് നമുക്ക് തരുന്നതിനെയാണ് നമ്മൾ ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിലേക്ക് കൂടുതൽ ആ ഒരു ക്യാഷ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ ഇൻകം കൂട്ടുന്നു, നമ്മുടെ ഔട്ട്പുട്ട് കൂടുന്നു, ഇക്കോണമിയിലെ പ്രൊഡക്ഷൻ കൂടുന്നു, നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കൂടുന്നു. അങ്ങനെയുള്ള ഒരു ഇമ്പാക്റ്റാണ്, പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അപ്പം രണ്ടാമത്തേതാണ് ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗവൺമെൻറ്റിന് നമുക്ക് ഇങ്ങോട്ട് തരിക മാത്രമല്ല, ഗവൺമെൻറ് നമ്മൾ തിരിച്ച് അങ്ങോട്ടും കൊടുക്കാറുണ്ട്. പലതരത്തിലുള്ള ടാക്സുകളുണ്ട് അല്ലേ. അപ്പം അതായത് നമ്മൾ ടാക്സ് കൊടുക്കുകയാണ്, നമുക്കറിയാം പല രീതിയിൽ നമുക്ക് കെട്ടിട നികുതിയുണ്ട്, ഭൂനികുതിയുണ്ട് അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ടാക്സ് നമ്മൾ പേ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം അത്തരത്തിലുള്ള ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വരുമാനങ്ങളിൽ ഒന്നാണ് ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പ്രധാനമായിട്ട് ഗവൺമെൻറ് വരുമാനം എന്ന് പറയുന്ന റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് എക്സ്പെൻഡിച്ചർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ടാക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഫിസ്ക്കൽ പോളിസീൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഈ ടാക്സ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ, അതായത് ടാക്സ് നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കൺസംഷൻ ചെയ്യാനുള്ള നമ്മുടെ ഇൻകത്തിനെയാണ്, നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള നമ്മുടെ കയ്യിലുള്ള കൺസംഷന് വേണ്ടിയുള്ള ഇൻകമാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്, ചിലവഴിക്കാനുള്ള ഇൻകം. അപ്പം ഈ ഡിസ്പോസിബിൾ ഇൻകത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ടാക്സ് എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഗവൺമെൻറ് ടാക്സ് കൂട്ടുക എന്ന് വിചാരിക്കുക. അതായത് ഗവൺമെൻറ് ടാക്സ് കൂട്ടുന്നതിൻ്റെ അർത്ഥം എന്താ? ഗവൺമെൻറ് ടാക്സ് കൂട്ടണമെങ്കിൽ നമ്മളെ കയ്യിൽ നിന്നുള്ള അഡീഷണൽ ഇൻകം ഗവൺമെൻറ്റിന് പിന്നെയും കൂട്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, നമ്മുടെ ഇൻകം കുറയുകയല്ലേ ചെയ്യുന്നത് ആക്ച്വലി ടാക്സ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം ടാക്സ് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? ടാക്സ് കൂട്ടുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ. അതായത് ടാക്സ് കൂട്ടുമ്പോൾ നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ടാക്സ് കൂട്ടുമ്പോൾ ഡിസ്പോസിബിൾ ഇൻകം കുറയുന്നു അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഇക്കോണമിയിലെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കുറയുന്നു അല്ലേ. അങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ടാക്സിലൂടെ കിട്ടുന്നത്. പ്രധാനമായിട്ട് 2 ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും അല്ലേ. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് പെയർ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഒരു ടാക്സാണ്. അതായത് ഒരു വ്യക്തിയിൽ അത് ചുമത്തപ്പെടുകയാണ് ഒരു ടാക്സ്. അതായത് ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ആണെന്ന് വിചാരിക്കാം. ഇൻകം ടാക്സ് ഒരു വ്യക്തിയിൽ, ഒരു പേഴ്സൻ്റെ മുകളിലാണ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നത് അല്ലേ. ആ ഒരു ഇമ്പാക്റ്റ്, ആ ടാക്സിൻ്റെ ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒക്കെ ആ പേഴ്സണിന് തന്നെയായിരിക്കും. ആ പേഴ്സൺ തന്നെയാണ് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ടത് അല്ലേ. ആ ബേർഡൻ സഹിക്കുന്നത് ആ ആൾ തന്നെയായിരിക്കും. അതൊരിക്കലും ആ ബേർഡൻ വേറൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് ഒക്കെ അതിന് എക്സാമ്പിളാണ്.
അടുത്തതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മളൊക്കെ ഇൻഡയറക്റ്റ് ടാക്സ് അടയ്ക്കുന്നവരാണ് അല്ലേ. അപ്പം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങുന്നില്ലേ അല്ലേ. അപ്പം നിങ്ങൾ ഏതൊരു ടൈപ്പ് ഓഫ് ഗുഡ് വാങ്ങുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ പാക്കറ്റ് ബാക്കിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ. ഇൻക്ലൂസീവ് ഓൾ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ടാക്സിൻ്റെ പെർസെൻറ്റേജ് ഇത്ര, എന്താ GST ഇത്ര പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ കാണാറില്ലേ. നമ്മൾ ആ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ടാക്സ് അടക്കം പേ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഗുഡ് വാങ്ങുന്നത് അല്ലേ. അതായത് ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത്തരം ഗുഡ്സിൻ്റെ ടാക്സ്, എക്സാമ്പിൾ പറയാൻ ഈ ഗുഡ്സിൻ്റെ ടാക്സ് ആക്ച്വലി ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്ത ആളെ മുകളിലായിരിക്കും. ഓക്കെ, പക്ഷേ അത് ആക്ച്വലി ആ ബേർഡൻ ഷിഫ്റ്റ് ചെയ്ത് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി പേ ചെയ്യേണ്ടത് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, പക്ഷേ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്തു, ആ ബേർഡൻ നമ്മളെ കൺസ്യൂമേഴ്സിൻ്റെ തലയിൽ കൊണ്ടുവിട്ടു. കാരണം എന്താ വെച്ചാൽ ആ ടാക്സ് കൺസ്യൂമേഴ്സാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ബേർഡൻ ഷിഫ്റ്റ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് എന്ന് പറയുന്ന ആ ടാക്സിൻ്റെ ബേർഡൻ എന്ന് പറയുന്നത് അപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സൺസിനാണ്, എസ്പെഷ്യലി കൺസ്യൂമേഴ്സിൻ്റെ മുകളിലാണ് ആ ടാക്സ് ചുമത്തപ്പെടുന്നത്. നമ്മൾ അറിയാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ എക്സൈസ് ഡ്യൂട്ടി, നമ്മൾ പറഞ്ഞ GST ഒക്കെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പം ഇത് ടാക്സ്, ഈ രണ്ട് രീതിയിലും ഗവൺമെൻറ്റിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാക്സ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇക്കോണമിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇക്കോണമിയിൽ എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ രണ്ട് കാര്യം നമ്മളിപ്പോൾ പഠിച്ചല്ലേ. ഫസ്റ്റത്തെ ഇൻസ്ട്രുമെൻറ്റ് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ് ആണ്. ഗവൺമെൻറ് സ്പെൻഡിങ്ങും അതേപോലെ തന്നെ അത് നമ്മൾ പോസിറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഇനി ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ആണെങ്കിലോ നമ്മളെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് സ്പെൻഡിങ്, അതായത് നമ്മൾ ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടായി വിചാരിക്കുക. ഇൻഫ്ലേഷൻ ഉണ്ടായതിൻ്റെ അർത്ഥം എന്താണ്, ഇക്കോണമിയിൽ പണപ്പെരുപ്പമുണ്ടായി. അതായത് സാധനങ്ങളുടെ വിലയ്ക്ക് എങ്ങനെ കൂടുന്ന ഒരു സിറ്റുവേഷൻ, നമുക്കതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഫ്ലേഷൻ ഉണ്ടായി, ഇക്കോണമിയിൽ ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടായാൽ ഈ രണ്ട് മെഷർ ഉപയോഗിച്ചിട്ട് ഗവൺമെൻറ് എങ്ങനെയാണ് ഇക്കോണമി സ്റ്റെബിലൈസ് ചെയ്യുന്നത്, ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂട്ടുകയോ കുറയ്ക്കുകയോ, ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ആണേ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ. ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, സ്പെൻഡിങ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഇക്കോണമിയിൽ മണി സപ്ലൈ കൂടുതലാണ്, അത് കുറയ്ക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇനിയും അതിലേക്ക് ഗവൺമെൻറ് പിന്നെയും ആ ഒരു സ്പെൻഡിങ് കൂട്ടുകയാണെങ്കിൽ ഇക്കോണമിയിൽ മണി സപ്ലൈ കൂടി വലിയൊരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ടാവും, ബൂം സിറ്റുവേഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡീസ് ഇത്തരത്തിലുള്ള സ്പെൻഡിങ് ഒന്നും അങ്ങോട്ട് കുറയ്ക്കും. ഇനി ടാക്സ് വഴി എങ്ങനെയായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, ടാക്സ് വഴി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക. ടാക്സ് ഇൻഫ്ലേഷണറി പ്രഷർ കുറയ്ക്കണമെങ്കിൽ ഗവൺമെൻറ് ടാക്സ് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുക, ഗവൺമെൻറ് ടാക്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, ടാക്സിൻ്റെ പെർസെൻറ്റേജ് കൂട്ടും. അപ്പോൾ ടാക്സ് കൂട്ടുകയും ഈ ഇൻഫ്ലേഷനുള്ള സമയത്ത്, അതായത് മണി സപ്ലൈ കൂടുകയാണെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് കുറയ്ക്കുകയും ടാക്സ് കൂട്ടുകയും ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഡീഫ്ലേഷണറി പ്രഷർ ആണെങ്കിലോ, ഇക്കോണമിയിൽ നമ്മൾ ഇൻകം കുറഞ്ഞു, ഔട്ട്പുട്ട് കുറഞ്ഞു, അതെ സാധനങ്ങളുടെ വിലയൊക്കെ കുറഞ്ഞു, ഇങ്ങനെയൊരു സിറ്റുവേഷനിലാണെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫേസിൽ എത്തുന്ന സമയത്ത് സ്പെൻഡിങ് ഗവൺമെൻറ് കൂട്ടുകയും ടാക്സ് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഇതെന്തായാലും നമ്മളൊരു മോണിറ്ററി പോളിസിയും കൂടി കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള രീതിയിൽ പറഞ്ഞുതരാം. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക്
ഓർക്കാൻ വേണ്ടി ജസ്റ്റ് എന്താണ് അതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞതാണ്. അതായത് ഇൻഫ്ലേഷണറി പ്രഷറുള്ള സമയത്ത് നമുക്കറിയാം ഇക്കോണമിയിൽ മണി സപ്ലൈ ഓൾറെഡി കൂടുതലാണ്, അത് കുറയ്ക്കേണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഇൻഫ്ലേഷനുള്ള സമയത്ത് ഗവൺമെൻറ് സ്പെൻഡിങ് കുറയ്ക്കുകയും ടാക്സ് റേറ്റ് കൂട്ടുകയും ചെയ്യും. ഡീഫ്ലേഷനുള്ള സമയത്ത്, അതായത് മണി സപ്ലൈ കുറയുന്ന സമയത്ത് ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുകയും അതേപോലെ ടാക്സ് റേറ്റ് കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ 2 ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി മൂന്നാമത്തതാണ് സേവിങ് എന്ന് പറയുന്നത്. സേവിങ് എന്ന് പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് ചില അവസരത്തിൽ, അതായത് ഇക്കോണമിയിൽ ഒരു ഇൻഫ്ലേഷണറി പ്രഷറുള്ള സമയത്താണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ് കമ്പൾസറി സേവിങ് ഒക്കെ അങ്ങനെയുള്ള കുറച്ച് മെഷേഴ്സൊക്കെ ടേക്ക് ചെയ്യാറുണ്ട്. അതായത് ഈ സേവിങ് ആണ് ഇക്കോണമിയിലെ പ്രൈവറ്റ് സ്പെൻഡിങ്ങിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ നമുക്കറിയാം, പിന്നെ സപ്പോസ് നമ്മളൊരു ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ട്, ഇക്കോണമിയിൽ ഭയങ്കര ഇൻഫ്ലേഷണറി പ്രഷറാണെങ്കിൽ എന്ത് ചെയ്യും, ഈ വോളണ്ടറി സേവിങ് സ്കീമൊക്കെ വഴി എന്ത് ചെയ്യും, നമ്മളെ എന്താ പറയുക കമ്പൾസറി സേവിങ് സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സേവിങ്ങും മണി സപ്ലൈയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പൾസറി സേവ് ചെയ്യാനുള്ള സ്കീമൊക്കെ വഴി ഗവൺമെൻറ് എന്ത് ചെയ്യും, പിന്നെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡെറ്റ് മാനേജ്മെൻ്റ് ആണ്. ഡെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, കടം വാങ്ങുക അല്ലേ, ബോറോ ചെയ്യാം അല്ലേ. നമുക്കറിയാം ഗവൺമെൻറ്റിന് ഒരുപാട് ഡെഫിസിറ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂടുക, ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ഗവൺമെൻറ് റവന്യൂവിനേക്കാളും കൂടുതൽ, അതായത് കൂടുതൽ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുന്ന ഒരവസ്ഥ ആണ് ഈ ഡെഫിസിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമുക്കത് ഫേവറബിൾ ആണ്, നമുക്ക് ആ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് വഴി നമുക്ക് കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഫിനാൻസ് പോരാത്ത ഒരു അവസ്ഥ വരും അല്ലേ. ഫിനാൻസ്, അതായത് ഗവൺമെൻറ്റിന് ഇത്രത്തോളം ചിലവ് വരുന്ന സമയത്ത് അത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ കയ്യിൽ പണം ഇല്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ് ബോറോ ചെയ്യും. നമ്മളെ ഇൻറ്റേർണലായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഫോറിൻ കൺട്രീസിൽ നിന്നും IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും, ഓർഗനൈസേഷൻസിൽ നിന്നും എന്ത് ചെയ്യും, ബോറോ ചെയ്യുന്നുണ്ട് അല്ലേ. ഏത് രാജ്യവും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡെഫിസിറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പബ്ലിക് ഡെറ്റ് എടുക്കുന്നുണ്ട് അല്ലേ, ഡെറ്റ് ബേർഡൻ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഇൻഫ്ലേഷണറി പ്രഷറുള്ള സമയത്ത്, അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് ഇങ്ങനെ കൂടുന്ന സമയത്ത് ഫിനാൻസ് അത്രത്തോളം വേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ ഗവൺമെൻറ് കൂടെ ബോറോ ചെയ്യുന്ന സമയത്ത് എന്താണ്, മണി സപ്ലൈ കൂടാൻ വളരെയേറെ ചാൻസ് ഉണ്ട്. കാരണം സ്പെൻഡിങ് ഇങ്ങനെ അമിതമായിട്ട് കൂടുന്ന സമയത്ത് ഇക്കോണമിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവുന്നത്, ഒരു മണി സപ്ലൈ പ്രഷർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മണി സപ്ലൈ ഉള്ള സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യും, മാക്സിമം ഈ ഡെഫിസിറ്റ് എന്നുള്ള സംഭവം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, അതായത് സ്പെൻഡിങ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡെറ്റ് മാനേജ്മെൻറ്റ് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഡെറ്റ് മാനേജ്മെൻറ്റ് ബോറോ ചെയ്യുന്നതൊക്കെ മാനേജ് ചെയ്യുക, ഇത് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇക്കോണമിയിലെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ, പബ്ലിക് സ്പെൻഡിങ്, ടാക്സേഷൻ, സേവിങ്, ഡെറ്റ് മാനേജ്മെൻറ്റ്. ഇനി ജസ്റ്റ് നമ്മൾ എന്താണ്, നിങ്ങൾ ഇങ്ങനൊരു ടേം കണ്ടാൽ പേടിക്കൊന്നും വേണ്ട, കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് കേട്ടിട്ടുണ്ടോ അല്ലേ. ചെറിയൊരു വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഇങ്ങനൊരു സെയിം കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണല്ലോ ഈ ഫിസ്ക്കൽ പോളിസി. ഗവൺമെൻറ് എന്ത് ചെയ്യും, ഇക്കോണമിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ, അതായത് നാഷണൽ ഇൻകത്തിലും എംപ്ലോയ്മെൻറ്റിലൊക്കെ നല്ല ഈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ് ആ ഫിസ്ക്കൽ പോളിസിനെയാണ് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇക്കോണമിയിൽ ഡിപ്രഷൻ ഉണ്ടാകുമെന്ന് വയ്ക്കുക. ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇൻകം കുറയുക, അതേപോലെ ഔട്ട്പുട്ട് കുറയുക, എംപ്ലോയ്മെൻറ്റ് കുറയുക, ഇങ്ങനെ എല്ലാം കുറയുന്ന ഒരവസ്ഥ ഒക്കെ ഒരു നെഗറ്റീവ് ആവുന്ന അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഡിപ്രഷൻ ടൈമിൽ എന്ത് ചെയ്യും, ഇക്കോണമിയിൽ ഇൻകം പോരാ, എംപ്ലോയ്മെൻറ്റ് വളരെയേറെ കുറവാണ്. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂട്ടുകയും ടാക്സേഷൻ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി
ശ്രമിക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ സംഭവം സെയിം തന്നെയാണ് പറഞ്ഞത്. അതായത് ഡിപ്രഷൻ ടൈമിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, സ്പെൻഡിങ് കൂട്ടുകയും ടാക്സ് റേറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ബൂം സിറ്റുവേഷൻ ആണെങ്കിലോ, ബൂം സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്ലേഷണറി പ്രഷർ കൂടുക, അതായത് മണി സപ്ലൈ കൂടുകയാണെങ്കിലോ നേരെ തിരിച്ചാണ് അല്ലേ. അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് കുറയ്ക്കുകയും ടാക്സ് റേറ്റ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ഈ ഫ്ലക്ച്വേഷൻസിനൊക്കെ കൗണ്ടർ ബാലൻസ് ചെയ്യാനുള്ള പോളിസിനെയാണ് നമ്മൾ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഐഡിയാസ് റിലേറ്റിംഗ് ടു ഫിസ്ക്കൽ പോളിസി. സോ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? വാട്ട് ഈസ് എന്താണ് ക്ലോസ്ഡ് ഇക്കോണമി, വാട്ട് ഈസ് ഓപ്പൺ ഇക്കോണമി എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് പറഞ്ഞു അല്ലേ. പ്രധാനമായിട്ട് 2 പോളിസിയാണ്, ഫിസ്ക്കൽ പോളിസി മോണിറ്ററി പോളിസിയും. അതേപോലെ തന്നെ എന്താണ് ഫിസ്ക്കൽ പോളിസി, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, അതെങ്ങനെയാണ് അതിനെ ഓരോ സമയത്തും നമ്മൾ യൂസ് ചെയ്യുക, ഇൻഫ്ലേഷൻ വരുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ ഡിപ്രഷൻ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പം അതേപോലെ എന്താണ് ഈ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പം ഇത് എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ട്. മാക്രോ എക്കണോമിക്സിൻ്റെ ലാസ്റ്റ് ഭാഗത്തും ഈ ഒരു ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഇൻകം പോളിസി എന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് കാണാം. അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അതായത് ഈ ടൈം ഓഫ് ബൂമിൽ അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഡിപ്രഷനിൽ എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂട്ടുകയോ കുറയ്ക്കുകയോ, അങ്ങനെ പല തരത്തിലുള്ള ഓപ്ഷൻസ് തരും. ആ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ മോണിറ്ററി പോളിസിയും പിന്നെ പറഞ്ഞ പോളിസീസും മറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു ഓൾ.